ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിക്സഡ് വ്ളോഗാണ്. ഈദിൻ്റെ കുറച്ച് ഷോപ്പിങ്ങും അതുപോലെ ഈദിന് ഉണ്ടാക്കാൻ പറ്റുന്ന 2 സ്വീറ്റ്സിൻ്റെ റെസിപ്പീസും. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദറിന് പുതിയ ബേബി ഉണ്ടായിട്ടുണ്ട്, മോളാണ്. അപ്പോൾ മോളെ കാണാൻ പോയ വിശേഷങ്ങളൊക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ചിലർക്കെങ്കിലും അറിയുന്നുണ്ടാവും പുതിയ ബേബി ഉണ്ടായ കാര്യമൊക്കെ. അപ്പം അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈദ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ അല്ലറ ചില്ലറ വേറെയും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ പോലീസ് സ്റ്റോറിലേക്കാണ് കേട്ടോ പോണത്. നമ്മൾ സാധാരണയായിട്ട് അവിടെ തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൽ കൂടുതലായിട്ട്. അവിടെ ഇല്ലാത്ത കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാറ്. അപ്പം നമ്മളിപ്പോൾ ഇതാ പോലീസ് സ്റ്റോറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈദിൻ്റെ അന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും പിന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് വാങ്ങിക്കാറ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുകയാണ്. പിന്നെ അലക്കുന്ന സോപ്പ് പൊടി, അതുപോലെ തന്നെ സോപ്പ്, അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ നല്ല ഓഫറാണ്. അപ്പോൾ നമ്മൾ സോപ്പ് പൊടിയൊക്കെ ഇവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് വാങ്ങിക്കാറ്. നമുക്ക് അവിടെ നിന്ന് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി വേറെയും കുറച്ച് സാധനങ്ങളോടെ വാങ്ങിക്കാനുണ്ട്. അപ്പം നമുക്ക് പുറമേയുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ ആയിട്ട് വാങ്ങിക്കണം. പിന്നെ ഒന്ന് ഫാൻസിയിൽ പോകാനുണ്ട്. ഷേസ കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് ഫാൻസിയിൽ പോട്ടെ. ഷേസ കുറച്ച് സ്റ്റഡും അതുപോലെ തന്നെ സ്ലൈഡ്, അങ്ങനെ ഹെയർ ബാൻഡ്, അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കണം. അപ്പോൾ ആദ്യം ഒരു ഫാൻസിയിൽ കയറട്ടെ. ആ ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി കമ്മലും മാലയും അതുപോലെ മോതിരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഷേസിൻ്റെ അതൊന്നും ഇപ്പോൾ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യലില്ല. അവരൊക്കെ സിമ്പിളാണ്. ഇപ്പോഴത്തെ അധിക കുട്ടികളും അങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പുഡിങ്ങിന് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് എടുക്കട്ടെ. ഇനി നമുക്ക് വേറെയും കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അതുപോലെ തന്നെ വേറെ കിച്ചണിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വാങ്ങിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് കിട്ടിയത് അങ്ങനെ ടിക്ക് ഇട്ടിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും നമ്മൾ ചിലതൊക്കെ മറന്നു പോകും. അപ്പോൾ എന്തായാലും കിച്ചൺ ടിഷ്യൂ പേപ്പർ എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. അപ്പം അതിൽ ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും 2-3 എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോയ സമയത്ത് അധികമൊന്നും തിരക്കൊന്നുമില്ലായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ. ഇല്ലെങ്കിൽ പെരുന്നാളൊക്കെ അടുപ്പിച്ചിട്ട് 2-3 ദിവസങ്ങളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ ഇത് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഷെയ്സ് പിന്നെ എന്നൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റോറിലാണ് പോണത് എന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ പോലീസിൻ്റെ തൊപ്പിയുണ്ട്, അപ്പോൾ അത് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തൊപ്പിയൊന്നും കാര്യത്തിൽ കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആൺകുട്ടികൾക്ക് എല്ലാവർക്കും ചെറിയൊരു ക്യാപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഒരു കളർഫുൾ ക്യാപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ ചെറിയൊരു ഈദ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെജിറ്റബിൾസും അതുപോലെ തന്നെ ബാക്കി ചിക്കനും ബീഫും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെരുന്നാളിൻ്റെ തലേ ദിവസം വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് ഈദിന് വേണ്ടിയിട്ട് ഒരു സ്വീറ്റ് റെഡിയാക്കാം. അപ്പോൾ ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ക്രീമി കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മിൽമ പാലെടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പഞ്ചസാര, പിന്നെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. ഏത് കണ്ടൻസ്ഡ് മിൽക്കും എടുക്കാം. ഞാൻ മിൽക്ക് മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്.
പാലിൻ്റെ ഈ ഒരു മിക്സ് തിളച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 3 കപ്പ് തേങ്ങാപ്പാലാണ് എടുക്കേണ്ടത്. ഞാൻ റെഡിമെയ്ഡ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണെങ്കിലും എടുക്കാം. എന്തായാലും നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ജലാറ്റിൻ ഒന്ന് ഡിസോൾവ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ 6 ടീസ്പൂൺ ജലാറ്റിനാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിലും ചെയ്യാം. ഞാനിവിടെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ജലാറ്റിൻ ഇതിലേക്ക് ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പേസ് ബാക്കി വെക്കണം. നമുക്കിതിൻ്റെ മുകളിൽ ഒരു ക്രീമും കൂടെ ഒന്ന് സെറ്റാക്കി വെക്കാനുണ്ട്. ഇനി പുഡിങ്ങൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിൽ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ള ക്രീമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഞാനിതവിടെ വിപ്പിംഗ് ക്രീം 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുന്നവരെ വിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചിരകിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുത്താലും മതി. അതാ ഞാനിവിടെ 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ പുഡിങ്ങിന് മുകളിലേക്കുള്ള ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കോക്കനട്ട് മിൽക്ക് പുഡിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അധികം സമയം വെച്ചിട്ടില്ല സെറ്റാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഒരു 2 മണിക്കൂറോളൊക്കെ വെച്ചതിന് ശേഷം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്രീം ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത് ലാസ്റ്റായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. പിന്നെ കുറച്ച് കൊക്കോ പൗഡറും കൂടെ ഇങ്ങനെ ബോർഡർ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യുക. ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കളർ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ഡെക്കറേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ക്രീമി കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇത് ഞാൻ ക്ലിംഗ് ഫിലിം വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കോക്കനട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ ഒരു പുഡിംഗ് ഇഷ്ടമാവും. അടുത്തതായിട്ട് റാഫെല്ലോ ബോൾസിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് ബോൾസ് ആക്കിയെടുക്കാൻ പാകത്തിനുള്ള രീതിയിലാക്കിയെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് ബോൾസ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഓരോന്നും ബോൾസ് ആക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് കളർഫുൾ ആക്കണമെന്നുണ്ടെങ്കിൽ വേറെ കളേഴ്സും ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കുറച്ച് മാറ്റിയിട്ട് പിങ്കും പിന്നെ കുറച്ച് ഗ്രീനും ആണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പിങ്ക് കളർ ഒഴിച്ചപ്പോൾ അറിയാതെ പർപ്പിളായി പോയിട്ട് അതാണ് ഈ ഒരു കളർ വന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക. ഇതിനുള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു രസമായിരിക്കും.
കുറച്ചെടുത്തിട്ട് ഇതാ ഗ്രീൻ കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ കുട്ടികൾക്ക് വെറുതെ രസമായിട്ട് ഈ കളർഫുള്ളായിട്ട് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ റാഫലോ ബോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഇതാവുമ്പോൾ കളർഫുള്ളായിട്ട് കാണുമ്പോൾ നല്ലൊരു രസമല്ലേ. അപ്പോൾ റാഫലോ ബോൾസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ അന്ന് എടുത്താൽ മതിയല്ലോ. പിന്നെ നമ്മൾ ബേബിനെ കാണാൻ പോയ വിശേഷങ്ങളാണ് പറയുന്നത്. എൻ്റെ ബ്രദറിൻ്റെ ബേബിനെ, അതായത് സബീനയുടെ ബേബിനെ കാണാൻ പോയ വിശേഷങ്ങളാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ബേബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെർജിൻ ഓയിലാണ്, വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ നിങ്ങൾക്കറിയുന്നുണ്ടാവും വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നും നമ്മളുടെ മക്കൾക്കൊന്നും തേച്ച് കൊടുക്കൽ അപൂർവമായിരിക്കും. ഈ പ്രകൃതി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ എനിക്കൊരു ഇത്തയാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. നമ്മളുടെ നാട്ടുകാരി തന്നെയാണ്. അപ്പം അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എണ്ണയാണ് കേട്ടോ ഇത്, വെളിച്ചെണ്ണയാണിത്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. അപ്പം ഇത് കുട്ടികൾക്ക് തേച്ച് കൊടുക്കുന്നതും അതുപോലെ തന്നെ കഴിക്കുന്നതും നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ, ഉരുക്ക് വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആവശ്യമുള്ളവർക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ഇനി നമുക്ക് ബേബിനെ കാണാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും മറ്റുമൊക്കെ നമ്മൾ നേരത്തെ വാങ്ങിച്ചു വെച്ചതായിരുന്നു കേട്ടോ. എന്നെക്കാളും ധൃതി ഷെയ്സിനായിരുന്നു കേട്ടോ. ഷെയ്സ് പറഞ്ഞ് ഹെയർ ബാൻഡ്, ഷൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ഉമ്മയും ഷെയ്യും മുന്നത്താത്തയും പിന്നെ കുട്ടികളും എല്ലാവരും കൂടെയാണ് കേട്ടോ ബേബിനെ കാണാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഞാൻ മുന്നേ ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞ് അന്ന് പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആൻറ്റിജൻ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് നമ്മൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബേബിക്ക് ഡ്രസ്സും കാര്യങ്ങളൊന്നും അന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഷെയ്സ് പറഞ്ഞിട്ട് ഒരു സ്വൈര്യം തരുന്നില്ല കേട്ടോ. ബേബിക്ക് അത് വാങ്ങണം ഇത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കൊണ്ട് നമ്മൾ ബേബിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ നിങ്ങളും കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ സെബീനയുടെ ബേബിനെ കാണാൻ പോയില്ലേ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ ബേബിനെ ഇതാ കുട്ടികളൊക്കെ കളിപ്പിക്കുകയാണ് കേട്ടോ. ബേബി ഗേളാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ബേബി ഗേളാണ്. അപ്പം ഞാനെടുത്ത സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. ഡ്രസ്സ് അപ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുത്തതായിരുന്നു. അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ഷെയ്സിന് ബേബി ഒന്ന് കണ്ണ് തുറന്നിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ബേബി ഫുൾ ഉറക്കമായിരുന്നു ഡെലിവറി കഴിഞ്ഞ അന്ന്. അപ്പം ഇന്ന് അവന് കണ്ണ് തുറന്നൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഉമ്മ അവിടെ ചായ എടുക്കുന്ന തിരക്കിലാണ്. ഉമ്മാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്.
ഞങ്ങളൊരു 5 മണി വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പോയത്. പിന്നെ അധികമൊന്നും നിന്നില്ല. മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ വീട്ടിലേക്ക് പോന്നു. ഷെയ്സ് ഇവിടെ ബേബിൻ്റെ ഹെയർ ബാൻഡ് തലയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അവന് ബേബി ഗേൾ ആണെന്ന് കേട്ടപ്പോൾ മുതൽ പറഞ്ഞതാണ്, ഉമ്മ ഹെയർ ബാൻഡ് വാങ്ങണ്ടേ എന്നുള്ള കാര്യമാണ് കേട്ടോ ഫസ്റ്റ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഹെയർ ബാൻഡ് അവന് വെച്ച് കൊടുക്കാഞ്ഞിട്ട് ഒരു സ്വസ്ഥതയില്ല. അപ്പോൾ ഇതാ ബേബിക്ക് ഷെയ്സിൻ്റെ ഹെയർ ബാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. So cute. ഷെയ്സ് ഇങ്ങനെ ഡ്രസ്സും ഷെൻസും ഉണ്ട് കേട്ടോ ഷെയ്സിൻ്റെ കൂടെ. ബേബിക്കുള്ള ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ബേബി. ഇനി ബേബിനെ കണ്ടല്ലോ അല്ലേ എല്ലാവരും, സെബിനൻ്റെ ചാനലിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളുടെ വ്യൂവേഴ്സിൽ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ട് കാണിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബേബിനെയൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് അങ്ങനെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്. പറ്റുന്നത്ര നല്ല രീതിയിലൊക്കെ സന്തോഷമായിട്ടൊക്കെ എല്ലാവരും ഇരിക്കുക, ഈദൊക്കെ ആഘോഷിക്കുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഈദ് വീഡിയോ ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.